മുഖ്യമന്ത്രിയുടെ ചികിത്സ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. അതാണ് ചോദിച്ചത്. പിന്നെ ഈ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം കൂടി ചില പേരില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി ID വെളിപ്പെടുത്താത്ത കുറേ ആളുകൾ നടത്തുന്ന ജൽപ്പനങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ചികിത്സ നേടിയിട്ടുണ്ട്. അത് ഇന്നും നേടിയിട്ടുണ്ട്, ഇന്നലെയും നേടിയിട്ടുണ്ട്, ഇനി നാളെയും നമുക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ലോകത്ത് എവിടെയാണോ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ അത് ജനകീയമായിട്ടുള്ള ഒരു വലിയ വളർച്ച നേടിയിട്ടുള്ള ആരോഗ്യ മേഖലയാണ്. അതിലിപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ പുതിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് വേറെ ഏത് മെഡിക്കൽ കോളേജിലാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ കഴിവുള്ള ഒട്ടേറെ ആളുകൾക്ക് ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട്. അങ്ങനെ ആ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ മോശപ്പെടുത്തുന്നത്, അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഈ സ്വകാര്യ കോർപ്പറേറ്റ് മൂലധനങ്ങൾ, ശക്തികൾ കേരളത്തിലേക്ക് ലക്ഷ്യമിട്ട് വരുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രൂപത്തിലുള്ള മുഖ്യമന്ത്രിക്കെല്ലാം എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാരുമെല്ലാം എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയുള്ള ചികിത്സയെല്ലാം നേടിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഈ മരണമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഇവർ പാഞ്ഞെത്തുന്നത്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിട്ട് ഈ പ്രതിപക്ഷ സംഘങ്ങൾ മാറുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തെല്ലാം കോപ്രായങ്ങളാണ് കളിച്ചു കൂട്ടുന്നത്. അന്ന് നിലമ്പൂരിൽ കണ്ടല്ലോ, നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഉപരോധിച്ച് കളഞ്ഞത്. ഇന്നലെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇവർ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ പ്രതിരോധിക്കും. അതിന് DYFI ചെറുപ്പക്കാരെ ആകെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രതിരോധം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ശരിയായ സമരമായി കാണാൻ വേണ്ടി കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ലോകത്തെ ആദ്യത്തെ അപകടമാണോ? സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമുക്കെല്ലാം അതിനകത്ത് പ്രയാസമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് ഈ രൂപത്തിലുള്ള കലാപം നടത്തിക്കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ആ കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം നമുക്ക് അങ്ങനെ അംഗീകരിക്കണം എന്ന് പറയുന്ന പ്രസ്താവനയല്ല നടത്തിയത്. അതല്ലെങ്കിൽ അതൊരു സാധാരണ കാര്യമാണെന്ന് പറയുന്ന പ്രസ്താവനയല്ല നടത്തിയത്. ഈ സംഭവത്തെ മുൻനിർത്തി ഇതിനേക്കാൾ ഭീകരമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മരണത്തെ മുൻനിർത്തിയിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണം ആർക്ക് വേണ്ടിയാണ്? ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? കേരളത്തിൽ UDFൻ്റെ കാലത്ത് 665 കോടി രൂപയാണ് ബജറ്റിൽ ആരോഗ്യ മേഖലയിൽ വകയിരുത്തിയത്. ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിൽ 2500 കോടിയിൽ കൂടുതൽ തുക വകയിരുത്തി. ചരിത്രം മറന്നുപോകരുത്. നിങ്ങളുടെ തന്നെ പഴയ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയി പരിശോധിക്കണം. UDFൻ്റെ കാലത്തായിരുന്നു സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന കേരളത്തിലെ ആ കാലത്തെ ഗവർണർ ചികിത്സാ പിഴവ് മൂലം ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് തിരുവനന്തപുരത്ത്. എത്രമാത്രം നാണക്കേടുണ്ടാക്കി കേരളത്തിന്. അന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള P. ശങ്കരൻ, അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമാണ് എന്ന രൂപത്തിലുള്ള പ്രസ്താവന അദ്ദേഹം അന്ന് നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം ഓർമ്മകൾ പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം മെച്ചപ്പെട്ട നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യം മാറി. ഇത് തന്നെ നിങ്ങൾ നോക്ക്, ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതിന് പകരം പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് ശസ്ത്രക്രിയ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുന്ന സന്ദർഭമായിരുന്നു. അപ്പോൾ ആ കെട്ടിടം ഉപയോഗശൂന്യമായ നിലയിൽ മാറിയിരുന്നു. അവിടെ ആരും പോകുന്നില്ല എന്നാണ് ധരിച്ചിരുന്നത്. എന്നാലും അവിടെ ചില ആളുകൾ ആ കെട്ടിടം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താനിടയായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്
അവിടേക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഒരു തടസ്സം സൃഷ്ടിക്കാതിരുന്നത്, സ്വാഭാവികമായിട്ടും അതെല്ലാം ഇനി അന്വേഷണ ഭാഗമായി പുറത്തു വരേണ്ട കാര്യമാണ്. പിന്നെ ഇന്നലെ ഇവിടെ എന്താ ഉണ്ടാക്കിയ പ്രചരണം എന്താ? ഇന്നലെ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ എന്തോ ഈ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നല്ലേ കുറേ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്. ഏത് മന്ത്രിയാണ് അവിടെ രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞത്? അവിടെ ആദ്യ സന്ദർഭത്തിൽ ഓടിയെത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചില സന്ദേശങ്ങൾ, അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, ആരും അതിന് മറ്റു വലിയ അപകടമില്ല എന്ന് തോന്നുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞൊരു ബൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മന്ത്രിമാർ അവിടെ എത്തി JCB 2 മണിക്കൂർ വൈകിച്ചു, അതിന് രക്ഷാപ്രവർത്തനമൊന്നും വേണ്ടതില്ല എന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനെല്ലാം കൃത്യമായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അവിടെ ഇപ്പോൾ JCBയുടെ ഉടമയും ഡ്രൈവറും എല്ലാം ഇപ്പം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. JCB അവിടെ എത്തിയിട്ടും അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത നിലയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് ഇടുങ്ങിയ വഴിയായിരുന്നു, JCBക്ക് പോകാൻ കഴിയാത്ത വഴിയായിരുന്നു. അപ്പോൾ ചില കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊട്ടിച്ചിട്ട് വേണം, പൊളിച്ചിട്ട് വേണം അങ്ങോട്ട് നീങ്ങാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് JCB അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മരണത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ ഈ ഭരണത്തെയും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെയും എല്ലാം ദുർബലപ്പെടുത്തി കളയാം എന്ന ഒരു ആശയവുമായിട്ട് വന്നാൽ അത് അത്ര പെട്ടെന്ന് കേരളത്തിൽ ചിലവാൻ വേണ്ടി പോകുന്നില്ല. 1957 ചിലപ്പോൾ വിമോചന സമരം അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ 57 അല്ല 2025 എന്നത് നല്ലതുപോലെ പ്രതിപക്ഷം ഓർമ്മിച്ചാൽ നല്ലതാണ്. ശക്തമായി യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളിതിനെ പ്രതിരോധിക്കും.